ഇനി നമുക്ക് ഈ യെല്ലോ ഷേപ്പും അതിൻ്റെ ഉള്ളിലുള്ള ഈ ടെക്സ്റ്റും രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ലെയേഴ്സിൽ പോകുന്നു. ഇവിടെ മുകളിൽ സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ യെല്ലോ ഷേപ്പാണ് സെലക്ട് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ അതുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവ രണ്ടും ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 സെലക്റ്റഡ്. എന്നിട്ട് നമുക്ക് ഡണ്ണ് പ്രസ് ചെയ്യാം, എന്നിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് മൂവ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അല്പം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 4 സെലക്ട് ചെയ്തിട്ട് 4 റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ റിബൺ സെലക്ട് ചെയ്യാം, എന്നിട്ട് അൺലോക്ക് ചെയ്യാം. അതിനായി ഈ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ തൽക്കാലം ഇതിങ്ങോട്ട് മേലോട്ട് മൂവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലോക്കിൻ്റെ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഈ ഷേപ്പ് സെലക്ട് ചെയ്തു, എന്നിട്ട് ലെയേഴ്സിൽ പോയിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ. എന്നിട്ട് റോസ് സെലക്ട് ചെയ്യുന്നു, അതുപോലെ യെല്ലോ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു, ടേൺസ് സെലക്ട് ചെയ്യുന്നു, 4 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഡണ്ണ് പ്രസ് ചെയ്യുന്നു, ഇത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഞാൻ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്നു, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ താഴോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ഞാൻ ഈ കുട്ടിയെ ഈ ഷേപ്പിൻ്റെ മുകളിലാക്കുന്നു. അതിനായി ഞാൻ നമ്മുടെ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ലെയേഴ്സിൽ പോകുന്നു. ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. അതിനായി ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ആഡ് എ സബ് ഹെഡിങ് എന്ന് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്നു. ഞാൻ ഇതുപോലൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു, ജോയിൻ അസ് ഫോർ എ ഡേ ഓഫ് ഫൺ, ലഫർ ആൻഡ് ലവ്. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് തൽക്കാലം മാറ്റി നോക്കാം, വൈറ്റ് ആക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് കുറച്ച് വലുതാണ്. ഇതിന് ഞാനൊന്ന് ചെറുതാക്കുന്നു. എന്നിട്ട് ഞാനിത് 2 ലൈനാക്കുന്നു. അതിനായി ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്താൽ അത് 2ാമത്തെ ലൈനിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് കീബോർഡ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കിതിനെ അല്പം വലുതാക്കാം. ഇനി നമുക്ക് ഈ 2 ലൈനിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് അല്പം കുറച്ച് നോക്കാം. അതിനായി സ്പേസിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലൈൻ സ്പേസിംഗ് എന്ന് കണ്ടോ, അത് ഇടത്തോട്ട് നീക്കുക. വലത്തോട്ട് നീക്കിയ ഗ്യാപ്പ് കൂടും, അത് ഇടത്തോട്ട് നീക്കുക. അതുപോലെ നിങ്ങൾക്ക് മുകളിൽ ലെറ്റർ സ്പേസിംഗ് എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ നീക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ അക്ഷരങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂടുന്നതായിരിക്കും. അല്പം സൂം ചെയ്യുക. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി നോക്കാം നമുക്ക്. അതിനായി ഞാൻ ഫോണ്ട് സെലക്ട് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുന്നു, റൗണ്ടഡ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് കൊള്ളാം. ക്ലോസ് ചെയ്യുന്നു.
ഞാനിനി ഈ ടെക്സ്റ്റ് 2 കളേഴ്സ് ആക്കുന്നു. 2 ലൈനും 2 വ്യത്യസ്ത കളേഴ്സ്. ഫസ്റ്റ് ലൈന് വൈറ്റ് ആയിക്കോട്ടെ, രണ്ടാമത്തെ ലൈന് നമുക്ക് യെല്ലോ ആക്കാം. ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കളേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഞാൻ യെല്ലോ പ്രസ് ചെയ്യുന്നു. ഇനി ഡീസെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി റിബൺ സെലക്ട് ചെയ്തിട്ട് അതിനെ അൺലോക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് മൂവ് ചെയ്യാം. നമുക്കിനി ഇത് എല്ലാത്തിൻ്റെയും മുകളിലേക്കാക്കണം. ഇപ്പോൾ ഇത് പിന്നിലാണ്. അതിനായി നമ്മൾ ലെയേഴ്സിൽ പോയിട്ട് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ മുകളിലായിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടാക്കുക, വലുതാക്കുക. എന്നിട്ട് നമുക്കിതിന് പിറകിലുള്ള റിബൺ സെലക്ട് ചെയ്യണം. അതിനായി ഞാൻ ലെയേഴ്സിൽ പോകുന്നു. താഴെയുള്ള റിബൺ സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് ബ്ലർ ക്ലിക്ക് ചെയ്യുന്നു. ഹോൾ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻറ്റൻസിറ്റി സ്ലൈഡർ കൂട്ടി കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഷേപ്പിൻ്റെ കളറൊന്ന് മാറ്റി നോക്കാം. അതിനായി ഷേപ്പ് സെലക്ട് ചെയ്തു, കളർ ക്ലിക്ക് ചെയ്തു. ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പെൻ ടൂൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു കളറ് ഡണ്ണ് ക്ലിക്ക് ചെയ്തു. ഈ 2 ലൈനിൻ്റെയും സ്പേസിങ് ഒന്നും കൂടെ കുറച്ച് നോക്കാം. അതിനായി സ്പേസിങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഒന്ന് കൂട്ടി നോക്കാം. അതിനായി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത്തിരി കൂട്ടി കൊടുക്കുക. ഇനി ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഈ 4ൻ്റെ കളർ ഒന്ന് മാറ്റി നോക്കാം. അതിനായി ഞാൻ 4 സെലക്ട് ചെയ്യുന്നു, കളേഴ്സിൽ പോകുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാനൊരു റെഡിഷ് ഓറഞ്ചിഷ് കളർ കൊടുക്കുന്നു. ഓക്കെ, ഈ ഷേപ്പിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി നോക്കാം. അതിനായി ഞാൻ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഷേപ്പ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അത്തരം കേസുകളിൽ നമ്മൾ ലെയേഴ്സ് പാനലിൽ പോയിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇതിൻ്റെ കളറൊന്ന് നമുക്ക് മാറ്റി നോക്കാം. അതിനായി കളർ പ്രസ് ചെയ്തു. ക്ലോസ് ചെയ്യുക. നമുക്കിനി ഗ്രീൻ ഷേപ്പിനെ ഒന്ന് റൗണ്ടഡ് ആക്കാം. അതിനായി ലെയേഴ്സിൽ പോയിട്ട് ഗ്രീൻ ഷേപ്പ് സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് കോർണർ എന്നൊരു ടൂൾ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സ്ലൈഡർ നീക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഷേപ്പ് റൗണ്ട് ആകുന്നത് കാണാൻ പറ്റും. ഇനി ക്ലോസ് ചെയ്യുക.
അതുപോലെ നമുക്ക് ഈ യെല്ലോ ഷേപ്പും ഒന്ന് റൗണ്ട് ആക്കാം. അതിനായി യെല്ലോ ഷേപ്പ് സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക, കോർണർ ക്ലിക്ക് ചെയ്യുക. ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ഫ്ലവർ പാറ്റേൺ ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഗാലറി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പാറ്റേൺ സെലക്ട് ചെയ്യുക. ആഡ് ടു പേജ് ക്ലിക്ക് ചെയ്യുക. ഇതിനെ താഴോട്ട് കൊണ്ടുവരിക. വലുതാക്കുക. ലെയേഴ്സിൽ പോവുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ബ്ലൂ ഷേപ്പിന് മുകളിൽ വെക്കുക. ക്ലോസ് ചെയ്യുക. അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കളർ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് കളർ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഈ ഫ്ലവറും അതുപോലെ ലീഫും മറ്റും അടങ്ങിയ ഈ ഒരു പാറ്റേൺ ആണ്. അതിലുള്ള കളറുകളാണ് നമുക്കിവിടെ കളർ എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ 4 കളറും ഇതിൽ ഭൂരിഭാഗം അടങ്ങിയിരിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ നമുക്കിതിൽ ഓരോ കളറും സെലക്ട് ചെയ്തിട്ട് അത് കളറ് മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഹ്യൂ എന്ന സ്ലൈഡർ കണ്ടോ? ഇത് നമ്മൾ നീക്കുന്നതിനനുസരിച്ച് ആ സെലക്ട് ചെയ്ത കളർ നമ്മുടെ പാറ്റേണിൽ നിന്ന് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ കണ്ടോ കളർ മാറുന്നത് കണ്ടോ? അങ്ങനെ വെച്ചു. ഇനി താഴെയുള്ള സാച്ചുറേഷൻ എന്ന സ്ലൈഡർ നീക്കുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കളറിൻ്റെ കാഠിന്യം, ഒരു ഇൻറ്റൻസിറ്റി കൂടും. അത് കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ശ്രദ്ധിച്ചോ? ഇപ്പോൾ അത് പറ്റ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. ഇപ്പോൾ അത് ഇൻറ്റൻസിറ്റി കൂടി. ഓക്കെ. അടുത്തത് ബ്രൈറ്റ്നസ് ആണ്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കളറിൻ്റെ ബ്രൈറ്റ്നസ്, ലൈറ്റിങ് മാത്രം കൂട്ടി കൊടുക്കുക. ഇത് കുറയ്ക്കുമ്പോൾ കട്ടിയാകും, ഇത് കൂട്ടുമ്പോൾ ബ്രൈറ്റ്നസ് കൂടുന്നുണ്ടോ? ഓക്കെ. ഇനി ഇത് ക്ലോസ് ചെയ്തു. ഇനി എഫക്ട്സ് ഓപ്പൺ ചെയ്യുക, ബ്ലർ ഓപ്പൺ ചെയ്യുക, ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് എഫക്ട്സിൽ പോയിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. അതിനായി ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയി വരും. കളറ് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഇവിടെ ബ്ലാക്ക് ഞാൻ സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ തിക്നെസ് ഞാൻ അല്പം കൂട്ടി കൊടുക്കുന്നു. ഇനി നമുക്കൊരു ഫ്ലെയർ ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഗാലറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്ലെയർ സെലക്ട് ചെയ്യുക, ആഡ് ടു പേജ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലെയർ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ട്രാൻസ്പെറൻസിയിൽ പോവുക, അല്പം കുറച്ച് കൊടുക്കുക. എഫക്ട്സിൽ പോയിട്ട് ബ്ലർ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ട്രാൻസ്പെറൻസിയിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ട്രാൻസ്പെറൻസിയിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ചെറുതാക്കുക.
റൊട്ടേറ്റ് ചെയ്യുക. ട്രാൻസ്പെറൻസിയിൽ പോയിട്ട് കുറച്ച് കൊടുക്കുക. ലെയേഴ്സിൽ പോകുന്നു. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ഷേപ്പിൻ്റെ മുകളിലുള്ള പാറ്റേൺ തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ബലൂൺ ആഡ് ചെയ്യാം. അതിനായി ഗാലറി ക്ലിക്ക് ചെയ്യുക. ബലൂൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ടു പേജ് അടിക്കുക. എഫക്ട്സിൽ പോവുക, ബ്ലർ നിൽക്കുക, ഇൻറ്റൻസിറ്റി സ്ലൈഡർ കൂട്ടി കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നമ്മുടെ മോഡലിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റിൽ പോയിട്ട് ഓട്ടോ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോഡലിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് അല്പം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അല്പം കുറച്ച് നോക്കാം. ഓക്കെ, ഇത്ര കൊടുക്കാം, ക്ലോസ് ചെയ്യുക. നമ്മുടെ പോസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്കിനി ഈ ഒരു പോസ്റ്റർ സേവ് ചെയ്യാം. അതിനായി മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ സേവ് ആകുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമാവുക. നമ്മൾ ഇതുപോലുള്ള മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്യാൻവ മൊബൈൽ ട്യൂട്ടോറിയലുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.